നമ്മുടെ ഗാരേജിലേക്ക് വണ്ടി വന്നത് 2010 മോഡൽ ഒരു സിൽവർ കളർ വണ്ടിയായിട്ടാണ്. അപ്പോൾ വണ്ടിയുടെ വർക്ക് ഇതേ ഫുള്ളായിട്ട് ഇന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇതേ വണ്ടി ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് GR എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിലവിൽ വരുന്ന ഒരു ഹെഡ്ലൈറ്റാണ് നമ്മൾ സെറ്റിങ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രൊജക്ടർ 3 പ്രൊജക്ടർ ഹെഡാണ് വരുന്നത്. ഒരെണ്ണം ബ്രൈറ്റും 2 ഡിമ്മായിട്ടുള്ള രീതിയിൽ. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ GRൻ്റെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നോർമൽ ചെറിയ ടൈപ്പിലുള്ള സ്കർട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ റൂഫ് പിയാനോ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതിൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇതിനെ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നല്ല പ്രതികരണമായിരുന്നു, ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു. അതേപോലെ അലോയ് ഏത് കളർ അടിക്കണം എന്ന് വെച്ചപ്പോൾ പിയാനോ ബ്ലാക്കാണ് കൂടുതൽ ആൾക്കാർ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് പിയാനോ ബ്ലാക്കാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. ഫുഡ് സ്റ്റെപ്പ് നമ്മൾ ക്രിസ്റ്റയുടെ ഫുഡ് സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാം, കറക്റ്റ് ഫിറ്റ്മെൻ്റ് രീതിയിലാണ് ഫുഡ് സ്റ്റെപ്പൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വൃത്തികളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളെ ഹാൻഡിലും കാര്യങ്ങളും പിയാനോ ബ്ലാക്ക് അടിച്ചു. അതേപോലെ ബാക്കിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഡിക്കി സ്പോയിലർ ഓൾറെഡി ഉണ്ടായിരുന്ന സ്പോയിലർ തന്നെയാണ്, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ ഒരു ഡിക്കിയുടെ പാനൽ LED ചെയ്തിട്ടുണ്ട്. ഫോർച്യൂണറിൻ്റെ ഒരു വൈപ്പർ ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്കർട്ട് നമ്മൾ ഈ ഒരു ടൈപ്പ് സ്കർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ 3 കളറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത്. കസ്റ്റമറും സെലക്ട് ചെയ്തു, അതേപോലെ തന്നെ നിങ്ങളും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്ലുക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. മൊത്തത്തിൽ യെല്ലോ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോർച്യൂണറിൻ്റെ ലുക്ക് നമ്മൾ ഈ ഒരു വണ്ടി ശരിക്കും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ഇന്നർ സൈഡിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ. ഇന്നറിലും നമ്മൾ ഈ ഒരു വണ്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് പോകണമെങ്കിൽ GRൻ്റെ സ്റ്റിയറിംഗ് അല്ല, ലാൻഡ് ക്രൂയിസറിൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. തൈ സപ്പോർട്ട് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ നൂല് നോക്കണമെങ്കിൽ കറക്റ്റ് നമ്മൾ വണ്ടിയുടെ കളറാണ് സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ തൈ സപ്പോർട്ടൊക്കെ ആഡ് ചെയ്തിട്ടുള്ള സീറ്റ് ഓറഞ്ച് കസ്റ്റമർ അനുസരിച്ച് ഇവിടെ ഒരു ഓറഞ്ച് ലൈനൊക്കെ കൊടുത്തിട്ടുള്ള സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ ഇന്നറിൽ നമ്മൾ MLF മാറ്റും, ഔട്ടറിൽ നമ്മൾ 5D മാറ്റുമാണ് ആഡ് ചെയ്തിട്ടുണ്ട്. ക്യൂപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ബ്രാൻഡിൻ്റെ മാറ്റ് തന്നെയാണ്. സ്റ്റീരിയോ പൈനാൻ്റെ സ്റ്റീരിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റമർ തന്നെ കൊണ്ടുവന്ന സ്റ്റീരിയോ ആണ്, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂഫ് കാര്യങ്ങളൊക്കെ ഇതിൽ ബ്ലാക്കാണ് ചെയ്തിട്ടുള്ളത്. കാരണം മൊത്തം ഒരു ബ്ലാക്ക് ഇതിലാണ് വണ്ടി മൊത്തത്തിൽ പിയാനോ ബ്ലാക്ക് ആൻഡ് യെല്ലോ അങ്ങനെയാണ് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നറിൽ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. ബാക്ക് സീറ്റും നോക്കണമെങ്കിൽ ഈ ഒരു ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിൽ ഈ ഒരു ഇരിക്കാനായിട്ടൊരു സെപ്പറേറ്റ് സീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്ലോറിൽ 5D മാറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ വണ്ടിയുടെ വർക്ക് ഇവിടെ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലുള്ള വർക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ ഗാരേജിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മളെ ഗാരേജ് പറഞ്ഞത് തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുടം, മുരിയാടുണ്ട്, മാളയിലുണ്ട്, കൊടുങ്ങല്ലൂരുണ്ട്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ വണ്ടി ഡെലിവറി ചെയ്യണുണ്ട്, അപ്പോൾ യൂട്യൂബിൽ അത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടി ഇതേ ഈ റേഞ്ച് ആയിട്ട് ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളതിൻ്റെ 1 by 1 ചെറിയ റീലുകളായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ. അതേപോലെ തന്നെ ഈ വണ്ടി ഇങ്ങനെ ചെയ്ത മാതിരി തന്നെ മറ്റൊരു വണ്ടി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ നെറ്റ്സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ടാറ്റ നെറ്റ്സോൺ എന്ന് പറഞ്ഞ കളറാണ് നമ്മളിതിൽ പെയിൻറ്റിങ് ചെയ്തത്. നെറ്റ്സോൺ EVക്ക് വരുന്നൊരു കളറാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്തായാലും യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും വരുന്നതാണ്. ഈ വണ്ടിയുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഗാരേജിൽ വർക്കൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ.